ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത്. തെക്കൻ കേരളത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും അത് ഞങ്ങളെ ബാധിക്കില്ല. കാരണം BJPയിലെ ആഭ്യന്തര തർക്കങ്ങൾ കാരണം അവർക്ക് ലഭിക്കേണ്ട പല വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം അതാണ്. അപ്പോൾ മാത്രമല്ല വടക്കൻ കേരളത്തിൽ മികച്ച പോളിംഗുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും UDFന് 14 ജില്ലകളിലും നല്ല മുൻതൂക്കം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതിന് ആ രീതിയിലുള്ള റിസൾട്ടായിരിക്കും നാളെ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേഷൻ ഉണ്ടാവണമല്ലോ, അതിനല്ലേ UDFന് മുൻതൂക്കം എന്ന് പറയുമ്പോൾ ഭരണമാറ്റം തന്നെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഭരണമാറ്റം ഉണ്ടാവും. ഞങ്ങൾക്ക് 6 പ്രതീക്ഷയുണ്ട്, ഒന്നും തള്ളിക്കളയാനില്ല. 6 കോർപ്പറേഷനിൽ നല്ല മുന്നേറ്റം. കോഴിക്കോട് ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഫേവറബിളാണ്. കാരണം ഞാൻ ഇത്തവണ ഇവിടെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ എങ്കിലും ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ താങ്കൾ തിരുവനന്തപുരത്ത് മുഴുവൻ സമയം കേന്ദ്രീകരിച്ച് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ കോഴിക്കോട് രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതല ആ രീതിയിലുള്ള സ്ട്രക്ചർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ വീഴ്ച പ്രകടമായി പുറത്തു വന്നു. ഒരു ചെയർമാൻ മേയർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടിരുന്നു, ആ വ്യക്തിക്ക് വോട്ട് പോലും ഇല്ലെന്നുള്ള വിവരം പുറത്തു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സുപ്രധാനമായ കാര്യങ്ങളിലൊക്കെ ഏകോപനത്തിൽ പ്രശ്നം ഉണ്ടായി. വോട്ടെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്കാണത്. അതല്ല, ഇവിടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച ശ്രീ വിനുവിന് കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ വോട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ ഇത്തവണ ഒരു കാര്യമുള്ളത്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വോട്ട് ചെയ്ത പലർക്കും ഇത്തവണ വോട്ടുണ്ടായില്ല. സാധാരണ രീതിയിൽ നമ്മൾ വോട്ട് അഡീഷണലായിട്ട് ചേർക്കുന്നത് കഴിഞ്ഞ തവണ വോട്ടുകളുള്ളവർ മരിച്ചുപോയവരുടെ പേരൊക്കെയാണ് നീക്കം ചെയ്യുക. പക്ഷേ തിരുവനന്തപുരത്തെ ഒരു അനുഭവം ഞാൻ പറയാം. മരിച്ചുപോയവരൊക്കെ വോട്ടർ പട്ടികയിലുണ്ട്, ജീവിച്ചിരിക്കുന്നവരും വോട്ടർ പട്ടികയിലില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ തന്നെ വെട്ടാൻ നോക്കിയല്ലോ, അവരിനെ കോർട്ടിൽ പോയിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഇത്തവണത്തെ ഞാൻ കണ്ടൊരു ഇലക്ഷൻ കമ്മീഷൻ ഒരു നിഷ്പക്ഷമായിട്ട് ഇലക്ഷൻ നടത്തി എന്നുള്ള ഫീലിംഗ് ഞങ്ങൾക്കില്ല. പ്രധാന കാരണം ഒരേ വീട്ടിൽ തന്നെയുള്ളവർക്ക് പല ബൂത്തുകളിലായിട്ടാണ് വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു ഇത്തവണ. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവസാന 2 ദിവസങ്ങളിൽ ചേർത്ത വോട്ട് ഒരു മാനദണ്ഡവും ഇല്ലാതെ ചേർത്ത വോട്ടുകളാണ്. ധാരാളം ഡബിൾ വോട്ടുകളുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചിട്ട് പോലും നീക്കം ചെയ്തില്ല. എന്നാൽ മരിച്ചവരുടെ വോട്ടൊക്കെ വോട്ടർ പട്ടികയിലുണ്ടായിരുന്നു. അങ്ങനെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള വോട്ടർ പട്ടികയാണ്. അതുകൊണ്ടാണ് ഇവിടെ കോഴിക്കോട്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. കഴിഞ്ഞ ലോക്കൽ ബോഡിയിൽ വോട്ട് ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ആ വോട്ട് വെട്ടിക്കളഞ്ഞു. അതാണ്ടായത്. രാഹുലിനെതിരായ പരാതിക്കാർക്ക് സംബന്ധിച്ചുള്ള KPC പ്രസിഡന്റ് പ്രസ്താവന, അത്തരത്തിൽ അവസാന ദിവസങ്ങളിൽ വന്ന ഈ പ്രസ്താവനകൾ തലവേദനയാണ്. അതൊരിക്കലും തലവേദനയൊന്നും ആയിട്ടില്ല. കാരണം ദിലീപിൻ്റെ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ നേരത്തെ തന്നെ KPC പറഞ്ഞു കഴിഞ്ഞാണ്. പ്രകാശ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പാർട്ടി അദ്ദേഹത്തിനോട് നേരിട്ട് വിളിച്ച് സംസാരിച്ചുമാണ്. ഇന്നലെ KPC പ്രസിഡന്റ് പറഞ്ഞതിൽ അത്ര വലിയ കാര്യമില്ല. കാരണം അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, KPC പ്രസിഡന്റിന് ഒരു പരാതി കിട്ടിയപ്പോൾ അദ്ദേഹം ജെന്യുവിനായിട്ട് ചെയ്തു. അത് DGPക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഇത് മുമ്പ് നടന്ന ഒരു കാര്യമായതുകൊണ്ട് ഇലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു വാർത്ത പുറത്ത് വന്നപ്പോൾ അതൊരു എന്താ പറയേണ്ടത്, ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്നൊരു സംശയം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ അത് സംശയിക്കേണ്ട കാര്യമില്ല. അതായത് അദ്ദേഹം ജെന്യുവിനായിട്ടാണ് ചെയ്തത്. പരാതി കിട്ടിയ ഉടനെ മുഖ്യമന്ത്രിക്ക് കിട്ടിയ പോലെ പൂഴ്ത്തി വെച്ചില്ല. അദ്ദേഹം DGPക്ക് അത് റെഫർ ചെയ്തു. മാത്രമല്ല ആ പരാതി അയച്ച സ്ത്രീയോട് മറുപടി അയച്ചു, ഇങ്ങനെ നിങ്ങളുടെ അപേക്ഷ, നിങ്ങൾ എനിക്ക് നൽകിയ പരാതി ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തു.